വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ സത്യഭാമയാണെങ്കിൽ ആ ജീപ്പിൻ്റെ താക്കോല് ശിവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ പൊന്നുപോലെ സൂക്ഷിച്ചു കൊണ്ട് നടന്നതാണ്, നീയും അതുപോലെ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ താക്കോല് വളരെ വിഷമത്തോടു കൂടിയാണ് ഭാമയാണെങ്കിൽ ശിവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ശിവനത് വാങ്ങിക്കുന്നുമുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് ശിവൻ അവിടെ നിൽക്കുമ്പോഴാണ് ഈ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നതോ അതോ സ്കൂളിലേക്ക് പോകാൻ വരുമ്പോഴാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ശിവനെ കണ്ടിങ്ങനെ ഓടി ചെല്ലുകയാണ്. ശിവനാണെങ്കിൽ രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതായത് മുമ്പ് വിഷ്ണു വരുമ്പോൾ രണ്ട് കുട്ടികൾ ഓടി ചെല്ലില്ലേ, അതുപോലെ ഇങ്ങനെ ചെല്ലുകയാണ്. എന്നിട്ട് ശിവൻ ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. രണ്ടുപേരും മാറി മാറി ശിവൻ്റെ കവിളിലേക്ക് ഇങ്ങനെ മുത്തം കൊടുക്കുന്നുണ്ട്. ശിവനും അതുപോലെ കൊടുക്കുകയാണ്. ആ വിഷ്ണു ചെയ്യുന്ന അതേ ഒരു സീൻ തന്നെയാണ് കാണിക്കുന്നത്. അന്നേരം ഇത് കണ്ട് ആകെ അന്തം വിട്ട് ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശാലിനി ഇങ്ങനെ കുട്ടികളെയും നോക്കുന്നുണ്ട്, ശിവനെയും നോക്കുന്നുണ്ട്. ആ ഒരു സംഭവം ആ വിഷ്ണു വരുന്നതും ഒക്കെ ശാലിനിയുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുന്നുണ്ട്. ആകെ കൺഫ്യൂഷൻ എന്നോണം ഇങ്ങനെ ശാലിനി നിൽക്കുന്നതാണ്. പക്ഷേ ശിവനിങ്ങനെ ശാലിനിയെ ശ്രദ്ധിക്കുന്നില്ല. ശാലിനി കുട്ടികളെയും ശിവനെയും മാറി മാറി നോക്കി ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ആകെ ഒരു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാത്ത രീതി എന്നുള്ള പോലെ തന്നെയാണ് ശാലിനി ഇങ്ങനെ മാറി മാറി നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇനി ജീപ്പിന് ശിവന് കൊടുത്തത് ശാലിനിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ അറിയേണ്ടത്. ആ സീനും കാണിക്കില്ല, ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നതേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം അവിടെ പിന്നെ യോഹന്നാൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ഡെയ്സി ആണെങ്കിൽ ഡേവിസ് കളിയാക്കിയാണ് ചെയ്യുന്നത്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം ഇങ്ങനെ കാക്ക കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അന്നേരം ഡെയ്സിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളക്ടറുടെയും ശിവൻ്റെയും ഒക്കെ കാര്യം അവിടെ യോഹന്നാനോ ആൻ്റണിയോ പറയുമ്പോഴാണ് ഡേവിസ് ഇങ്ങനെ കളിയാക്കുന്നത്. പക്ഷേ ഇവിടെ കൊണ്ടുപോയത് ഒരു കളക്ടർ കാക്കയാണെന്ന് മാത്രം എന്നിങ്ങനെ പറയുമ്പോൾ ഡെയ്സി ഇങ്ങനെ ആകെ ദേഷ്യത്തോടെ ഡേവിസിനെ തുറിച്ചും നോക്കി നിൽക്കുകയാണ്. ഈ രണ്ട് സീനുകളാണ് ഈ പ്രൊമോയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു ശിവന് ഈ കുട്ടികൾക്ക് അത്രയും സ്നേഹം ശിവനോട് വന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നില്ല. പപ്പിക്ക് പക്ഷേ ശിവനെ അറിയാം, പക്ഷേ സത്യയ്ക്ക് ആ ഒരു സ്നേഹം ശിവനോട് കാണണമെന്നില്ലല്ലോ. അങ്കിളെന്ന് പറഞ്ഞാണ് ഓടി ചെല്ലുന്നത്. അതൊക്കെ ഇനി ഇവിടെ എങ്ങനെ എത്തുമെന്നുള്ളത് നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.